ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തമായ മ്യൂസിയവും ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഇന്ന് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കാണാനുള്ള യാത്ര. എപ്പിസോഡുകൾ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ച് മുന്നേറുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിന് ഉപകരിക്കുന്ന നിരവധി വിവരങ്ങൾ, കാഴ്ചകൾ ഇതിലൂടെ ലഭ്യമാകുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം. ഏറ്റവും പ്രശസ്തമായ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ബക്കിംഗ്ഹാം പാലസ്, എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയറുടെ വീട്, ഐസക് ന്യൂട്ടൻ്റെ ആപ്പിൾ ട്രീ, നമ്മളൊക്കെ ഗുരുത്വാകർഷണ ബലം ചെറിയ ക്ലാസ്സിൽ പഠിച്ച ആ ആപ്പിൾ ട്രീ തുടങ്ങിയവയൊക്കെയും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വ്യത്യസ്തങ്ങളായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മ്യൂസിയവും ആർട്ട് ഗാലറിയുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വിക്ടോറിയ സ്ക്വയർ എന്ന ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. വിക്ടോറിയ സ്ക്വയർ. ഇതിൻ്റെ അടുത്താണ് ആർട്ട് ഗാലറിയും മ്യൂസിയവും ഉള്ളത്. ഇതാണ് വിക്ടോറിയ സ്ക്വയർ. വിക്ടോറിയ സ്ക്വയറിനടുത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഇംഗ്ലണ്ടിലെ വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡാഫഡിൽസ് ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പം ആ ഒരു പുഷ്പവും ഇതിലുണ്ടായിരിക്കാം. ഇംഗ്ലണ്ടിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഈ വിക്ടോറിയ സ്ക്വയറിൻ്റെ തൊട്ട് ഇതേ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് മ്യൂസിയവും ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.